ഇതുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കൊച്ചുങ്ങൾ നടന്ന് ഭയങ്കര കരച്ചിൽ. 4 മണിക്കൂറോളം സമയമാണ് തിരുവനന്തപുരത്തെ അമ്മയും കുഞ്ഞും ആശുപത്രി ഇരുട്ടിലായത്. ചികിത്സയ്ക്കെത്തിയവർ വലഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലടക്കമുണ്ടായിരുന്നവർ ഇരുട്ടത്തായി. ഫോണിന്റെയും ടോർച്ചിന്റെയും വെളിച്ചത്തിൽ പരിശോധന നടത്തേണ്ട ഗതികേടായിരുന്നു ഡോക്ടർമാർക്ക്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് കൈവിട്ട കേസുകളാണ് ശരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടാണ് ഫൈനൽ ചോയ്സ് ഇവിടെയാ. അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു മണിക്കൂറിലെങ്കിൽ വേറെ ജനറേറ്ററാണ് കംപ്ലൈന്റ്, വേറെ ജനറേറ്റർ വെച്ചവർക്ക് ബാക്കപ്പ് ചെയ്തതിന് കുഴപ്പമില്ല. ഇത് 4 മണിക്കൂർ. നേരത്തെ KSEB അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതാണ് സംഭവം കൈവിട്ടു പോകാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. പക്ഷേ വൈദ്യുതി മുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും KSEB ജീവനക്കാരും പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗവും പരിശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചില്ല. അവസാനം താൽക്കാലിക ജനറേറ്റർ സംവിധാനം ഒരുക്കിയാണ് ആശുപത്രിയിൽ വൈദ്യുതി എത്തിച്ചത്. വൈദ്യുതി മുടക്കത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു KSEBയുടെ വിശദീകരണം. അറ്റകുറ്റപ്പണിക്കായി സബ്സ്റ്റേഷൻ ബോർഡ് കത്ത് നൽകിയിട്ടും അനുമതി നൽകുന്നത് ആശുപത്രി അധികൃതർ വൈകിപ്പിച്ചു. ഇതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. മാസത്തിലൊരിക്കലാണ് അറ്റകുറ്റപ്പണി നടത്താറുള്ളത്. സബ്സ്റ്റേഷന്റെ നിയന്ത്രണം SAT ആശുപത്രിക്കാണ്. ഇന്നലെ നടന്ന കോൺഗ്രസ് BJP സമരങ്ങളുടെ തുടർച്ചയായി ഇന്നും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടായി. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. 4 മണിക്കൂർ വൈദ്യുതി നിലച്ചിട്ടും വൈദ്യുതി ഇല്ലാതിരുന്നിട്ടും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അതിനാവശ്യമായിട്ടുള്ള ബദൽ നടപടികൾ എടുക്കാനോ ഗവൺമെന്റ് തയ്യാറായില്ല എന്നുള്ളതാണ്. നിലവിൽ ആശുപത്രിയിൽ വൈദ്യുതി പ്രശ്നങ്ങളില്ലായെങ്കിലും ഇന്നലെ രാത്രിയിലെ സംഭവം ആരോഗ്യവകുപ്പിനും സർക്കാരിനും വലിയ നാണക്കേടായി. അതിനാൽ തന്നെ വിഷയത്തിൽ വീഴ്ചയുണ്ടായവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.